السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അരാജക യുവത്വം, സാമൂഹിക നിർമ്മിതിയിൽ സംഭവിക്കുന്ന അപജയങ്ങൾ, പരിഹാരങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഒരുപക്ഷെ ഈ വിഷയം ഒരു ക്ലീശയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. നമ്മൾ നിരന്തരം കേൾക്കുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ ചുറ്റുപാടുകളിൽ നിരന്തരം സംഭവിക്കുന്ന ഒരു കാര്യം, അതിലൊരു പുതുമയില്ലല്ലോ എന്ന് നമ്മൾക്ക് തോന്നിയാലും അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ അത് എക്കാലവും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ നിരന്തരം ഒരു തെറ്റ് കാണുമ്പോൾ നമുക്ക് ചുറ്റും ഇരുട്ടാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് എങ്കിലും അത് ഇരുട്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിന് നമുക്ക് ഒരു തന്തവൈബി എന്ന് ഓമനപ്പേരിട്ട് വിളിച്ചതുകൊണ്ട് കാര്യമുണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ 90കളിലെ വസന്തം എന്ന പേരുകളിലൊക്കെയാണ് നമ്മൾ പുതിയ കാലത്ത് ഇത്തരം ആശയങ്ങളെ, ആലോചനകളെ പരിചയപ്പെടുത്താനുള്ളത്. മനുഷ്യനൊരു ലൈബ്രറിയാണെന്ന് പറയാറുണ്ട്. കാരണം ഒരുപാട് വർഷങ്ങൾ ജീവിക്കുമ്പോൾ അയാൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അനേകം പുസ്തകങ്ങൾ വായിച്ച ഒരു മധുരമായിരിക്കും, അല്ലെങ്കിൽ വിശാലമായ ഒരു ലോകമായിരിക്കും. ആ ലോകത്തിനനുസരിച്ചുള്ള കാഴ്ചപ്പാടായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളിൽ ഉണ്ടാവുക എന്നതാണ് ചുരുക്കം. ഈ അടുത്ത് കേരളത്തിലൊരു മുഖ്യധാര ജേണലിൽ വന്ന ഒരു ആർട്ടിക്കിളിലെ ഒരു സംഭവം വായിക്കുകയുണ്ടായി. 10 വർഷത്തോളം ഒരു ആൺകുട്ടിയുമായിട്ട് പ്രണയത്തിലേർപ്പെട്ട ഗ്ലാഡിസ് എന്ന പെൺകുട്ടിയുടെ കഥയല്ല, അതൊരു സംഭവം, നടന്ന യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ അവർ പരസ്പരം വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ആ ഇടയ്ക്കാണ് ഗ്ലാഡിസിൻ്റെ സഹോദരി ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയാണല്ലോ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തായിരിക്കും, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് ഇത്തരം പുതിയ ഒരു വാതായനത്തെക്കുറിച്ച്, ഒരു ആശയത്തെക്കുറിച്ച്, ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ നമ്മെ പരിചയപ്പെടുത്തി തരുന്നത്. ഫെംഹൈപ്പ് എന്നൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ലേഡീസ് ആൻഡ് സ്ത്രീകൾക്കും നോൺ ബൈനറിക്കുമുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഫെംഹൈപ്പിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ പതിയെ അതിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു. ആങ്സൈറ്റിയും അതുപോലെ പാനിക് അറ്റാക്കൊക്കെ ഗ്ലാഡിസിൽ നിന്ന് അകലുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പതിയെ പുതിയൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഗ്ലാഡിസ് മാറുകയാണ്. പാരഗൺ ഏജ് ഇൻക്വിസിഷൻ എന്നാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അങ്ങനെ ഗ്ലാഡിസ് അതിലുള്ള അവതാരങ്ങളുമായിട്ട് പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. പതിയെ ആ സംസാരങ്ങൾ ഫ്ലർട്ടിംഗ് ആയി, അതിൽ അശ്ലീലം കടന്നു വന്നു. പിന്നീട് അത് സെക്ഷുവലായി. അങ്ങനെ ഒടുവിൽ ഗ്ലാഡിസ് പറയാണ്, എനിക്ക് ബോയ് ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല, അവതാർ മതി എന്ന്. ആദ്യത്തെയോ അവസാനത്തെയോ പെൺകുട്ടിയല്ല ഗ്ലാഡിസ് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ യുവത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായൊരു കാലഘട്ടമാണ് യുവത്വം എന്ന് നമുക്കറിയാം. പ്രായമുള്ളവർ പറയും, ഞാൻ ചെറുതായിരുന്ന കാലത്ത് ആ മാവിൽ ഒരുപാട് മാമ്പഴങ്ങൾ ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള പഴങ്ങൾ ഞങ്ങൾ പൊറുക്കിയെടുക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയും. സമാനമാണ് മനുഷ്യരുടെയും ജീവിതം. യുവത്വകാലത്ത്, പ്രസരിപ്പുള്ള കാലത്ത് നമ്മൾ ചെയ്യുന്ന, നമ്മൾ മറ്റു ചുറ്റുമുള്ളവരിലേക്ക് കൈമാറുന്ന, നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുന്ന നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടും. ആ പ്രായമുള്ള വ്യക്തി യുവത്വകാലത്ത് ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ മറ്റൊരിടത്ത് നിന്ന് മറ്റൊരാൾ ഇതുപോലെ വിശേഷിപ്പിക്കുന്നുണ്ടാകും. ഒരു മരത്തിന് മാത്രമല്ല അത് ബാധകമാകുന്നത് എന്നതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മറ്റൊരു വശം അരാജകത്വമാണ്. പുതിയ കാലത്ത് നമുക്ക് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, നമുക്ക് അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്. എൻ്റെ അവകാശം എനിക്ക് നേടിയെടുക്കണമെന്നുള്ള ആലോചനകളുണ്ട്. എന്നാൽ മറച്ചു ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല.
നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഞാൻ എന്നിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു. കാലം എന്ന നോവലിൻ്റെ അവസാന ഭാഗത്ത് അതിലെ പ്രധാന കഥാപാത്രത്തോട്, സേതു എന്ന കഥാപാത്രത്തോട് മറ്റൊരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, സേതുവിനെ മാത്രമേ ഇഷ്ടമുള്ളൂ അല്ലേ? അതായത് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ എന്നിലേക്ക് ചുരുങ്ങുന്ന, എനിക്ക് ചുറ്റുമുള്ള ആവശ്യങ്ങൾ മുഴുവൻ എൻ്റേതായി മാറുന്ന ഒരു കാലം, ഒരു സാഹചര്യം രൂപപ്പെടുന്ന ഒരു ഘട്ടം. എഴുത്തിലും അരാജകത്വം കടന്നു വരുന്നു. ഉടുമുണ്ടഴിച്ചാലേ എഴുത്താകൂ, കഥയാകൂ, കവിതയാകൂ എന്ന് പുതിയ തലമുറ ആലോചിച്ചു തുടങ്ങുന്നു. അങ്ങനെ മാത്രം എഴുതിയാലേ വിപണിയിൽ, മാർക്കറ്റിൽ സാധ്യതകൾ ഉണ്ടാവൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവരെത്തിച്ചേരുന്നു. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം ഇതൊക്കെ ഒരു കുറ്റപ്പെടുത്തലുകളല്ലേ എന്ന്. യാഥാർത്ഥ്യമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റീലുകളിൽ നിന്ന് നമ്മൾ റീലുകളിലേക്ക് നമ്മുടെ ആലോചനയെയും നമ്മുടെ സമയത്തെയും നിരന്തരം കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് മറുവശത്ത് ലൈംഗിക അരാജകത്വമാണ്. അതിന് അതിരുകളില്ലാതെ ശ്ലീലം എന്നൊരു വാക്ക് നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് പതിയെ 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 എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളറിയാതെ അങ്ങനെ ഒരു പദം തന്നെ മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാറ്റത്തിന് വേഗത കൂടിയ കാലമാണ്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ആ കാലത്തോടൊപ്പം എത്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നമുക്കുണ്ടായിരുന്ന ചുറ്റുപാടുകളെ വിശ്വാസത്തിൽ നിന്ന് സന്ദേഹത്തിലേക്ക്, ചലനാത്മകതയിൽ നിന്ന് നിശ്ചലതയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. അരാജക യുവത്വം എന്ന് പറയുന്നത് മറ്റാരോ അല്ല, നമ്മൾ തന്നെയാണ്. അത് നമുക്കുള്ളിൽ തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മിൽ നിന്ന് രൂപപ്പെടേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മറുവശത്ത് പണം സമ്പാദനത്തിന് വേണ്ടിയുള്ള ആലോചനകളിലാണ്. എങ്ങനെയാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ജോലിക്ക് പോകേണ്ടത്, അങ്ങനെ കിട്ടുന്ന സമ്പാദ്യത്തെ അടുത്ത ഒഴിവ് ദിവസങ്ങളായ ശനിയിലും ഞായറിലും എങ്ങനെയാണ് നമ്മളതിനെ ചിലവഴിക്കുക. 5 ദിവസം അധ്വാനിക്കുകയും 2 ദിവസം ആ പണത്തെ ചിലവഴിക്കുകയും ചെയ്യുന്ന മനോഹരമായൊരു ആശയമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ അറിയാതെ എത്തിപ്പെടുന്ന ഒരു ദുരന്തമുഖം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് മുമ്പിലുള്ള ടെക്നോളജികൾ, നാം ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ, ആരാണോ അത് രൂപപ്പെടുത്തിയെടുത്തത്, അവരുടെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അതിനെ രൂപപ്പെടുത്തിയവരുടെയും അവർക്ക് ചുറ്റുമുള്ള അവരുടെ മക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരാരും ടെക്നോളജിക്ക് അഡിക്റ്റ് ആകുന്നില്ല. ടെക്നോളജി അവർ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ സംവിധാനങ്ങൾ അവർ കണ്ടെത്തുന്നു, അവരുടെ ജീവിതം മനോഹരമാക്കുന്നു. പക്ഷേ നമ്മൾ അതിന് അടിമപ്പെട്ടുകൊണ്ട് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പരിഹാരങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ആലോചനകൾ കൂടുതൽ വികസിക്കേണ്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ക്ലീഷേയായ വിഷയമാണ് എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ പരിഹാരങ്ങൾക്കാണ് പ്രസക്തിയുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2017 നോബൽ സമ്മാനം ലഭിച്ച റിച്ചാർഡ് തേലർ ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നുണ്ട്, നെഡ്ജി എന്ന പേരിൽ. അദ്ദേഹം അത് പരീക്ഷിച്ച് വിജയിച്ചതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളെ നിരത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന സിദ്ധാന്തം തന്നെയാണ്. ഒരു തലമുറയെ കാർക്കശ്യം കൊണ്ട്, നിയമങ്ങളുടെ കുടുക്കിലിരുത്തിക്കൊണ്ട് അവരെ മാറ്റിപ്പണിയാൻ നമുക്ക് സാധ്യമല്ല. സൗമ്യമായിട്ട് അതങ്ങനെയല്ല ഇതിങ്ങനെയാണ് എന്ന് പറയുമ്പോഴാണ് ആ സംസാരത്തിന് മനോഹാരിതയുണ്ടാകുന്നത്. ആ സംസാരം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള കൈമാറ്റമായി മാറുന്നത്. എന്നിട്ട് റിച്ചാർഡ് തേലർ ഒരു ഉദാഹരണത്തെ വിശദീകരിക്കുന്നുണ്ട്. എസ്കലേറ്റർ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് അവിടെ എഴുതി വെക്കാതെ, നിങ്ങൾ സ്റ്റെയർ കേസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പടി ചവിട്ടുമ്പോൾ നിങ്ങളൊരു പാട്ട് കേൾക്കുന്നു, 2ാമത്തെ പടി ചവിട്ടുമ്പോൾ മറ്റൊരു പാട്ട് കേൾക്കുന്നു, 3ാമത്തെ പടിയിലേക്ക് എത്തുമ്പോൾ മറ്റൊരു പാട്ട് കേൾക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ
ജന്മസ്ഥലത്ത് അദ്ദേഹം ജീവിക്കുന്ന പരിസരങ്ങൾ ഇതിനെ ആവിഷ്കരിക്കുന്നു. അത് വളരെ മനോഹരമായിട്ട് വിജയിക്കുന്നുണ്ട്. കാരണം റിച്ചാർഡ് ടേലർ കൊണ്ടുവരുന്ന നെഡ്ജി എന്ന ഈ സിദ്ധാന്തത്തിലൂടെ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ആൽഫ ജനറേഷൻ അവസാനിച്ച് ബീറ്റ ജനറേഷൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസി എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ ഡിജിറ്റൽ യൂണിറ്റുകളെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് നമ്മൾ കടക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ആ ഡിജിറ്റൽ യൂണിറ്റുകളിൽ നമ്മുടെ അയൽക്കാർ അന്യരാജ്യക്കാരായിരിക്കും, നമ്മുടെ സഹപാഠികൾ മറ്റേതോ ഭാഷ സംസാരിക്കുന്നവരായിരിക്കും, നമ്മോട് പുഞ്ചിരിക്കുന്ന സ്മൈലി അയക്കുന്നവർ ഏതോ യുദ്ധഭൂമിയിലെ മനുഷ്യരായിരിക്കും. അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ യൂണിറ്റ് സംവിധാനങ്ങളിലേക്ക് നമ്മൾ വികസിക്കേണ്ട കാലമാണിത്. നമുക്കിടയിൽ സംഘടനാ പ്രവർത്തനങ്ങളും നമ്മെ നിരന്തരം മാറ്റിപ്പണിയുന്നതിന് വേണ്ടി നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ധാർമ്മികതയുടെ വഴിയിലേക്ക് നടത്തുന്നതിന് വേണ്ടി സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെ അതിലും മനോഹരമായിട്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഖൈസ് ആമിർ എന്നൊരു ചെറുപ്പക്കാരൻ, അറബ് വംശജനാണ്. പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിലക്കുണ്ടാകുന്നു. ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത്, ഇസ്രായേലിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കരുത് എന്നുള്ള പ്രസ്താവന യൂണിവേഴ്സിറ്റി ഇറക്കുന്നു. ഖൈസ് ആമിർ ഇസ്രായേലിനെതിരെ എഴുതി വച്ചിരുന്ന പ്ലക്കാർഡുകൾ റൂമിൽ തന്നെ മാറ്റിവെക്കുന്നു. എന്നിട്ട് ഖൈസ് ആമിർ എന്ന ആ ചെറുപ്പക്കാരൻ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. അദ്ദേഹം നിരന്തരം ഇടപഴകുന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നു. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അവതാർ പാലസ്തീൻ മുദ്രാവാക്യവുമായിട്ട് ആ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ ചുറ്റി സഞ്ചരിക്കുന്നു. വെർച്വൽ റിയാലിറ്റിയുടെ തെരുവുകളിൽ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നു, മുദ്രാവാക്യങ്ങൾ നടക്കുന്നു. അവിടെ ഫലസ്തീനിന് വേണ്ടിയുള്ള സംസാരങ്ങളും സംഭാഷണങ്ങളും സംഭവിക്കുന്നു. 3 ലക്ഷത്തിലധികം മനുഷ്യരാണ് ആ കാഴ്ചക്ക് അല്ലെങ്കിൽ ആ പ്രകടനത്തിന്, ആ പ്രതിഷേധത്തിന് സാക്ഷിയായത്. 60,000-ത്തിലധികം കുട്ടികൾ ആ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംഭവിക്കുന്നത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഡിജിറ്റൽ യൂണിറ്റുകൾ സംവിധാനിക്കണം എന്നല്ല. അതിലും മനോഹരമായ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്കിടയിലുണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിൽ ഇതിൻ്റെ പുതിയ രൂപങ്ങളെയും ഭാവങ്ങളെയും കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്നാണ്. മറ്റൊന്ന് ആധ്യാത്മികതയാണ്, തസവുഫാണ്. തസവുഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സെക്കുലർ സൂഫിസത്തിന്റെ കൂടി കാലമാണ്. മതങ്ങളുടെ ഒന്നും ആവശ്യമില്ല, ആത്മീയത മാത്രം മതി എന്നുള്ള മതേതര സൂഫിസം, മതരഹിത സൂഫിസം, അങ്ങനെ വ്യത്യസ്ത നാമങ്ങളിൽ സൂഫിസം നമുക്കിടയിലേക്ക് നുഴഞ്ഞു കയറുന്നു. നമ്മൾ കരുതും അത് ഇസ്ലാമാണ് എന്ന്, അല്ലെങ്കിൽ അതാണ് തസൗഫി എന്ന് നമ്മൾ കരുതും. നമുക്ക് ചുറ്റുമുള്ളവർ അങ്ങനെ കരുതുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പതിയെ പതിയെ മതം അകന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ആത്മീയത ആവശ്യമുണ്ട്. അവർക്ക് മനസ്സിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി, ഒരു സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി, അവർ സമാധാനം തേടുന്നതിന് വേണ്ടി അവർ റൂമി അടക്കമുള്ള മിസ്റ്റിക് കവികളുടെ കവിതകൾ ആശ്രയിക്കുന്നു. അതുകൊണ്ട് തന്നെ റൂമിയുടെ കവിതകൾ ബെസ്റ്റ് സെല്ലറുകളായിട്ട് യൂറോപ്പിലും അമേരിക്കയിലും വിൽക്കപ്പെടുന്നു. അത് വായിക്കുമ്പോൾ അവർക്കൊരു ആനന്ദം ലഭിക്കുന്നു. പക്ഷെ അവർക്ക് മതമില്ല. അങ്ങനെയുള്ള ഒരു സെക്കുലർ സൂഫിസം അല്ലെങ്കിൽ മതേതര സൂഫിസങ്ങളൊക്കെ നമുക്കിടയിലേക്ക് കയറി കൂടുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ സൂഫിസത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് ഇത്രമേൽ അരാജകമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. അരാജകത്വം എന്നത് ഒരു അശ്ലീലമാണ് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നോക്കിക്കൊണ്ട്
ആനന്ദം കണ്ടെത്താനുള്ള വഴികളെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ അരാജകത്വം എന്ന് നമ്മൾ നിരന്തരം ആവർത്തിക്കുമ്പോഴും അതിന് പിന്നിൽ ആനന്ദം എന്നുള്ള ഒരു ടൈറ്റിൽ കൂടി അരാജകത്വ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ കാണുന്നുണ്ട്. ആ ആനന്ദത്തെയാണ് അവർ തേടുന്നത്. എന്നിട്ട് എത്തിപ്പെടുന്നത് ഏതെങ്കിലും ചതിക്കുഴികളിലായിരിക്കും. അവർ സഞ്ചരിക്കുന്ന വഴികളുടെ ഏതോ വളവുകളിൽ നിന്ന് ഒരുപക്ഷെ അവർക്ക് ഭ്രമം സംഭവിച്ചേക്കാം, ആത്മഹത്യ സംഭവിച്ചേക്കാം. പക്ഷേ ആനന്ദത്തിൻ്റെ വഴി തേടുന്നവർക്ക് പരമാനന്ദത്തിൻ്റെ വഴികളിലേക്ക് എത്തിച്ചേരാൻ ആവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പരമാനന്ദത്തിൻ്റെ വഴിയെ അടയാളപ്പെടുത്താൻ പുതിയ കാലത്തെ ദായികൾക്ക്, പ്രബോധകർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവസാനിച്ചു. നന്ദി.